40 വർഷം മുൻപ് 2 കൊലപാതകം നടത്തിയെന്ന് വെളിപ്പെടുത്തിയ വേങ്ങര സ്വദേശി മുഹമ്മദ് അലി മാതൃഭൂമി ന്യൂസിനോട് ഇന്ന് സംസാരിച്ചു. താൻ കൊലപ്പെടുത്തിയ ആളെ പോലീസ് തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് അലി പറഞ്ഞു. കുറ്റബോധം കൊണ്ടാണ് 40 വർഷങ്ങൾക്ക് ശേഷം കൊലപാതകം പോലീസിനോട് ഏറ്റുപറഞ്ഞത്. ഏത് ശിക്ഷയും സന്തോഷത്തോടെ ഏറ്റുവാങ്ങുമെന്നും മുഹമ്മദ് അലി പ്രതികരിച്ചു. 39-36 വർഷം മുമ്പ് നടത്തിയ കൊലപാതകം പോലീസിലെത്തി ഒരു തുറന്നു പറഞ്ഞ മുഹമ്മദ് അലി എന്ന വേങ്ങര സ്വദേശി ഇന്നലെ ആ പോലീസ് ഒരു അന്വേഷണത്തിൽ ഈ ആളെ തിരിച്ചറിയുകയും ചെയ്തു. ആ മുഹമ്മദ് അലിയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. ഇന്നലെ ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ണൂർ സ്വദേശിയായ മോഹനനാണെന്ന് പോലീസ് തിരിച്ചറിയുകയും ചെയ്തു. ഞാൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു, ചാനലിലൂടെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ ഒരു മാനസികമായിട്ടുള്ളൊരു സന്തോഷവും വേദനയും എല്ലാം രണ്ട് സമ്മിശ്രമായിട്ടുള്ളൊരു വികാരമാണ് ഉണ്ടായത്. ശിക്ഷാ നടപടികളും ഒക്കെ തന്നെ ഉണ്ടാവുമല്ലോ ആളെ തിരിച്ചറിഞ്ഞതിന് തുടർച്ച? അതെ, ശിക്ഷ ഞാൻ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ആദ്യം പോയി ഹാജരായത് തന്നെ. കാരണം അത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്നില്ലേ. ഇനിയിപ്പോൾ എന്ത് ശിക്ഷ കിട്ടിയാലും ഞാൻ അനുഭവിച്ച അത്രയും വേദനയും വിഷമവും ഇനി എന്ത് ശിക്ഷ കിട്ടിയാലും അത്ര ഒന്നും ആവില്ല. വെള്ളയിൽ മറ്റൊരു കൊലപാതകം നടത്തിയിട്ട് താങ്കൾ പറഞ്ഞ കൂടെ പോയിട്ട് യാദൃശികമായിട്ട് സംഭവിച്ചു പോയതാണ്, അല്ല മനഃപൂർവ്വം പോയതല്ല. അതുകൊണ്ടും ഇപ്പോൾ അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിലാളെ കണ്ടെത്തണമെന്ന് തന്നെയാണ്. അതെ, കണ്ടെത്തണം തന്നെയാണ്, അറിയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എങ്കിലും ഇത്രയും 40 വർഷം താങ്കൾ എന്തുകൊണ്ടാണ് കാത്തിരുന്നതെന്നൊരു ചോദ്യം ഉയരുന്നില്ലേ? അത് കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. കാരണം എൻ്റെ ഭാര്യ, ചെറിയ കുട്ടികൾ, അവരുടെ പ്രാരാബ്ദം, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ജീവിതം, അവരെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ പറയരുതെന്ന് തോന്നി. ഇപ്പം മക്കളൊക്കെ അധ്വാനിക്കാനായി, കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെ കഴിഞ്ഞ്. പിന്നെ എൻ്റെ ആദ്യം മോൻ ആക്സിഡൻറ്റിൽ മരിച്ചു, 9 വയസ്സായപ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചു. അതിന് ശേഷമാണ് എനിക്ക് കൂടുതലും മാനസിക പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഇതുകൊണ്ടാണോ എൻ്റെ മോനിങ്ങനെ സംഭവിച്ചതെന്നുള്ളൊരു ജീവിതമായിട്ട് മാനസികമായിട്ട് വല്ലാതെ എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെയാണ് എൻ്റെ ചെറിയ മോന് ഡ്രൈവറാണ്, ഇപ്പം കോട്ടയ്ക്ക് ബസ്സിൽ ഡ്രൈവറാണ്. അപ്പോൾ അവന് പറഞ്ഞ പോലെ 2-3 ആക്സിഡൻറ്റുകൾ ഉണ്ടായി. അപ്പം അതോടുകൂടി മാനസികമായിട്ട് ആകത്തായിരുന്നു. പിന്നെ മദ്യപാനമായി, ഭയങ്കരമായിട്ട് മദ്യപാനം തുടങ്ങി, വീട്ടിൽ പോവാതായി, ഉറക്കമില്ലാതെയായി. അങ്ങനെ പിന്നെ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുമായിരുന്നു. ആദ്യത്തെ കൊലപാതകം ഉൾപ്പെടെ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? അത് ഈ മോഹൻ എന്ന് പറഞ്ഞ വ്യക്തി എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. ആ മോശമായിട്ട് പെരുമാറിയപ്പോൾ അന്നത്തെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പേടിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ 3 ദിവസം മനസ്സിൽ കൊണ്ടുനടന്നു. അപ്പോൾ അദ്ദേഹം എനിക്ക് പെട്ടെന്നൊരു സാഹചര്യം ഒത്തു കിട്ടിയപ്പോൾ ചെറിയൊരു തോട്ടിലിരുന്ന് സന്ധ്യ എഴുതുമായിരുന്നു. അപ്പം ഞാൻ പുറകിൽ നിന്ന് ചവിട്ടി കമന്ന് വീണു, വീണ്ടും ചവിട്ടി. അതിന് അനക്കം ഇല്ലാത്തായി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എണീറ്റ് വേഗം പോവുകയത്. അതായത് എത്ര വർഷം താങ്കൾക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് ഈ 2 കൊലപാതകം നടന്നത്? എനിക്ക് ഒന്ന് 16 വയസ്സും ഒന്ന് 20 വയസ്സിലും. രണ്ടാമത്തെ കൊലപാതകത്തിനുണ്ടായ ഒരു സാഹചര്യം? രണ്ടാമത്തെ സാഹചര്യം ഉണ്ടായത് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴിക്കോട് ഞാൻ പാളയം മാർക്കറ്റിൽ സ്റ്റാൻഡിൽ, അതുപോലെ തന്നെ മറ്റ് പല സ്ഥലത്തും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നിൽക്കുമ്പോൾ കഞ്ചാവ് ബാബു എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് സൗഹൃദം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ പൈസ പോക്കറ്റ് അടിച്ച് പോവുകയും ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, പൈസ പോക്കറ്റ് അടിച്ച് പോയ ആൾ ഇന്ന സ്ഥലത്തുണ്ട്, നമുക്ക് അവിടെ പോയിട്ട് അയാളെ കണ്ടുപിടിച്ച് നമുക്ക് പൈസ വാങ്ങണമെന്ന് പറഞ്ഞാണ് പോയത്. പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന്, എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാബു ചെന്നു, അയാളെ പിടിച്ചു. അങ്ങോട്ടും പിടിവലിയായി. അയാൾ കവന്ന് വീണ് കഴിഞ്ഞപ്പോൾ ബാബു പുറത്ത് കയറിയിരുന്നിട്ട് തല മണലിൽ പിടിച്ചമർത്തി. ഇരുട്ടായതുകൊണ്ട് ശരിക്കൊന്നും കാണാനും കഴിഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞു, വന്ന് കാലെ പിടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാലെ പിടിച്ചെടുത്തു, അത്രേ ഉള്ളൂ. പക്ഷേ ജീവൻ അനക്കം നിന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അയാൾ മരിച്ചു എന്നുള്ളത്. അപ്പോൾ തന്നെ അവിടെ ഇട്ടിട്ട് ഞാനും ബാബുവും രണ്ട് വഴിക്ക് പോവുകയത്. ഇനിയിപ്പോൾ ശിക്ഷ എന്തു സ്വീകരിക്കാൻ തയ്യാറെന്ന് പറഞ്ഞപ്പോൾ കുടുംബത്തോടൊക്കെ അത് അറിയിച്ചു? എല്ലാവരും അറിയിച്ചു. അനീസ് തോട്ടയ്ക്കാടിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.